മാർച്ച് 3 വിശുദ്ധ കാതറിൻ ഡ്രെക്സൽ SBS. ജനനം 1858 നവംബർ 26. മരണം 1955 മാർച്ച് 3. 1891 കറുത്തവർഗക്കാരെയും തദ്ദേശീയരായ അമേരിക്കക്കാരെയും സേവിക്കുന്ന ഒരു മതവിഭാഗമായ സിസ്റ്റേഴ്സ് ഓഫ് ബ്ലെസ്ഡ് സാക്രമെൻറ്റ് സ്ഥാപിച്ചു. ഒരു യഥാർത്ഥ അമേരിക്കൻ കത്തോലിക്ക വിശ്വാസി, മനുഷ്യസ്നേഹി, ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അനുകരണീയ മാതൃക, അധ്യാപിക എന്നീ നിലകളിൽ വിശുദ്ധയുടെ ജീവിതത്തെ നമുക്ക് നോക്കിക്കാണാം. പെൻസിൽവാനിയയിലെ ഫിലാഡൽഫിയയിൽ ഫ്രാൻസിസ് ആൻ്റണി ഡ്രെക്സലിൻ്റെയും ഹന്ന ലാങ്സ്ട്രോത്തിൻ്റെയും മകളായി കാതറിൻ മേരി ഡ്രെക്സൽ ജനിച്ചു. അവൾക്ക് എലിസബത്ത് എന്ന ഒരു മൂത്ത സഹോദരി ഉണ്ടായിരുന്നു. കുടുംബത്തിന് ഗണ്യമായ ബാങ്കിങ് ബാലൻസ് നീക്കിയിരിപ്പുണ്ടായിരുന്നു. പിതൃ സഹോദരൻ ആൻ്റണി ജോസഫ് ഡ്രെക്സൽ ഫിലാഡൽഫിയയിലെ ഡ്രെക്സൽ യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകനാണ്. മുൻ പ്രഥമ വനിത ജാക്വലിൻ കെന്നഡിയുടെ പിതാവിൻ്റെ കുടുംബത്തിലെ ഒരു അകന്ന കസിനായിരുന്നു കാതറിൻ. കാതറിൻ ജനിച്ച് 5 ആഴ്ച കഴിഞ്ഞ് മാതാവ് ഹന്ന മരിച്ചു. അടുത്ത 2 വർഷത്തേക്ക് പിതൃ സഹോദരൻ ആൻ്റണി ജോസഫും ഭാര്യ എലനയും കുഞ്ഞ് കാതറിനെയും എലിസബത്തിനെയും പരിപാലിച്ചു. അവളുടെ പിതാവ് 1860 എമ്മ ബൗവിയറിനെ വിവാഹം കഴിച്ചു. അവരുടെ മുതിർന്ന കുട്ടികളെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ആ ബന്ധത്തിൽ 1863 ലൂയിസ് എന്ന 3ാമത്തെ മകളുണ്ടായി. പെൺകുട്ടികൾ ധനപരവും മതപരവുമായ ഒരു സമ്പന്ന കുടുംബത്തിലാണ് ചാരിറ്റി തത്വങ്ങളോട് വളർന്നത്. രണ്ടാനമ്മ എമ്മ തൻ്റെ വീട്ടിൽ ആളുകൾക്ക് ഭക്ഷണവും വസ്ത്രവും പതിവായി വിതരണം ചെയ്യുമായിരുന്നു. മിഖായൽ മാലാഖയോടുള്ള ബഹുമാനാർത്ഥം സെയിൻറ്റ് മൈക്കിൾസ് എസ്റ്റേറ്റ് എന്ന് പേരിട്ടിരിക്കുന്ന ടോറസ് ഡെയിലെ 90 ഏക്കർ എസ്റ്റേറ്റിലാണ് കുടുംബം താമസിച്ചിരുന്നത്. ഒരിക്കൽ കുടുംബാംഗങ്ങളെല്ലാവരും ചേർന്ന് ഡിബോണിയിലെ ബിഷപ്പായി നിയമിതനായ ബന്ധു റവറൻ ജെയിംസ് ഒക്കോണറിനെ സന്ദർശിക്കുവാനായി പടിഞ്ഞാറൻ യുണൈറ്റഡ് സ്റ്റേറ്റിലേക്ക് യാത്ര തിരിച്ചു. തദ്ദേശീയരായ അമേരിക്കൻ ജനതയുടെ ദുരവസ്ഥയിലേക്ക് കാതറിൻ്റെ ശ്രദ്ധ പതിഞ്ഞു. ചെറുപ്രായത്തിൽ തന്നെ അവൾ സ്വന്തം രാജ്യത്തും വിദേശത്തും ധാരാളം യാത്ര ചെയ്തു. 1886 ലിയോ 13 മാർപ്പാപ്പയുമായുള്ള ഒരു സദസ്സിൽ ഒരു മിഷണറി ആകുവാനും അമേരിക്കയിലെ ഇൻഡോ ആഫ്രിക്കൻ ജനതയെ സഹായിക്കുവാനുള്ള അവളുടെ ആഗ്രഹം സാക്ഷാത്കരിക്കുവാനും അവളോട് ആവശ്യപ്പെട്ടു. 1889 കാതറിൻ ഡ്രെക്സൽ സിസ്റ്റേഴ്സ് ഓഫ് മേഴ്സിയുടെ ഒരു മഠത്തിൽ പ്രവേശിച്ച് ആ ആഗ്രഹം നിറവേറ്റി. 1891 ഫെബ്രുവരിയിൽ ഇന്ത്യക്കാർക്കും കറുത്തവർഗക്കാർക്കുമായി അവൾ സിസ്റ്റേഴ്സ് ഓഫ് ദ ബ്ലെസ്ഡ് സാക്രമെൻറ്റ് കോൺഗ്രിഗേഷൻ സ്ഥാപിച്ചു. തെക്കൻ പടിഞ്ഞാറൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ തദ്ദേശീയരായ അമേരിക്കക്കാരുടെയും ആഫ്രിക്കൻ അമേരിക്കക്കാരുടെയും ദരിദ്രരായ കറുത്തവർഗക്കാരുടെയും ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിനായി ഡ്രെക്സൽ സഭ സ്ഥാപിക്കുവാൻ തീരുമാനിച്ചു. അവൾ സഭയുടെ ആദ്യത്തെ സുപ്പീരിയർ ജനറലായി സേവനമനുഷ്ഠിക്കുകയും 1937 വരെ ആ സ്ഥാനം വഹിക്കുകയും ചെയ്തു. അസുഖം മൂലം അവളുടെ ആട്ടിൻകൂട്ടത്തിൻ്റെ സജീവ ഭരണത്തിൽ നിന്ന് വിരമിക്കേണ്ടത് ആവശ്യമായി വന്നു. അന്തരിച്ച ആർച്ച് ബിഷപ്പ് ജെയിംസ് എച്ച് ബ്ലങ്കിൻ്റെ ഒരു അഭ്യർത്ഥന നഗരത്തിലെ കറുത്തവർഗക്കാരുടെ വിദ്യാഭ്യാസത്തിനുള്ള വഴി തുറക്കുന്നതിനായി 1915 മദർ കാതറിനെ ന്യൂ ഓർലിയാൻസിലേക്ക് കൊണ്ടുവന്നു. ഇത് പഴയ സദേൺ യൂണിവേഴ്സിറ്റി സൈറ്റ് വാങ്ങുന്നതിലേക്കും പിന്നീട് സേവ്യർ പ്രിപ്പറേറ്ററി സ്കൂൾ എന്നറിയപ്പെട്ടിരുന്ന സേവ്യർ ഹൈസ്കൂൾ സ്ഥാപിക്കുന്നതിലേക്കും നയിച്ചു. യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് ചുറ്റുമുള്ള 60-ലധികം മിഷനുകൾക്കും സ്കൂളുകൾക്കും അവർ ധനസഹായം നൽകി. കൂടാതെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ചരിത്രപരമായ ബ്ലാക്ക് ആൻഡ് കാത്തലിക് സർവകലാശാലയായ സേവ്യർ യൂണിവേഴ്സിറ്റി ഓഫ് ലൂസിയാന സ്ഥാപിച്ചു. സ്പാനിഷ് അമേരിക്കൻ യുദ്ധകാലത്തും അതിനുശേഷവും ക്യൂബയിലെ ഹവാനയിലുള്ള ആഫ്രോ ക്യൂബൻ കുട്ടികളെ പരിചരിക്കുന്നതിന് സെയിൻറ്റ് കാതറിൻ ഡി റിക്കിയിലെ ഡൊമിനിക്കൻ സിസ്റ്റേഴ്സിൻ്റെ സ്ഥാപകയായ ലൂസി ഈറ്റൺ സ്മിത്തിൻ്റെ സ്വസഹോദരിയും പിൻഗാമിയുമായ മദർ ലയോളയ്ക്ക് അവർ ധനസഹായം നൽകി. കുട്ടികൾ യുദ്ധത്താൽ അനാഥരായിരുന്നു. അവർ കറുത്തവർഗക്കാരായതിനാൽ സർക്കാർ സ്ഥാപനമോ മറ്റാരെങ്കിലുമോ അവരെ പിന്തുണയ്ക്കുവാൻ തയ്യാറായില്ല. 1942 റിപ്പബ്ലിക് ഓഫ് ഹെയ്ത്തി അവളെ ഹോണൂർ എറ്റ് മെറിറ്റ് മെഡൽ നൽകി ആദരിച്ചു. അടുത്ത വർഷം യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ കത്തോലിക്ക മാതൃകാ ജീവിതത്തിനുള്ള ഏറ്റവും വ്യതിരിക്തമായ സംഭാവനയ്ക്കുള്ള സിയന്ന മെഡൽ അവർക്ക് ലഭിച്ചു. മറ്റ് ധാരാളം ബഹുമതികളും ആദരിക്കലുകളും അവരുടെ നിസ്വാർത്ഥ സേവനത്തെയും ക്രൈസ്തവ ജീവിതത്തെയും പ്രതി ലഭിച്ചു. 1955 മാർച്ച് 3 നിത്യസമ്മാനത്തിനായി കാതറിൻ വിളിക്കപ്പെട്ടു. പെൻസിൽവാനിയയിലെ ബെൻസലൈൻ ടൗൺഷിപ്പിലെ
കോൺവെൽസ് ഹൈറ്റ്സിൽ അവളെ സംസ്കരിച്ചു. സെയിൻറ്റ് കാതറിൻ ഡ്രക്സൽ മിഷൻ സെൻറ്ററും ദേശീയ ദേവാലയവും മുമ്പ് പെൻസിൽവാനിയയിലെ ബെൻസലേമിലെ സെയിൻറ്റ് എലിസബത്ത് കോൺവെൻറ്റിലായിരുന്നു. കോൺവെൻറ്റ് പിന്നീട് വിൽക്കുകയും 2018 ഓഗസ്റ്റിൽ ഡ്രക്സലിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ ഫിലാഡൽഫിയയിലെ സെയിൻറ്റ് പീറ്റർ ആൻഡ് പോൾ ബസിലിക്കയിലെ പുതിയ ദേവാലയത്തിലേക്ക് മാറ്റുകയും ചെയ്തു. 1988 നവംബർ 20 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഡ്രക്സലിനെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. പ്രാർത്ഥനയിലൂടെ അവളുടെ ആദ്യത്തെ അത്ഭുതം 1974 കൗമാരക്കാരനായ റോബർട്ട് ഗുതർമാൻ്റെ കഠിനമായ ചെവിവേദന സുഖപ്പെടുത്തിയതാണ്. 2000 ഒക്ടോബർ 1 അവളെ വിശുദ്ധിയായി പ്രഖ്യാപിക്കുന്നത് 1994 2 വയസ്സുള്ള ആമിവാളിലെ ജന്മനായുള്ള ബധിരതയെ മാറ്റിമറിച്ച അത്ഭുതമാണ്. ഡ്രക്സലിനെക്കുറിച്ച് വത്തിക്കാൻ ഇങ്ങനെ ഉദ്ധരിച്ചു: ദിവ്യബലിയോടുള്ള സ്നേഹവും എല്ലാ ജനങ്ങളുടെയും ഐക്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും ന്യൂനപക്ഷങ്ങൾക്കിടയിലെ സാമൂഹിക അസമത്വം പരിഹരിക്കുന്നതിനുള്ള ധൈര്യവും മുൻകൈയും, എല്ലാവർക്കും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം നേടുവാനുള്ള അവളുടെ ശ്രമങ്ങൾ, അനീതിയുടെ ഇരകൾക്കായി അവളുടെ അനന്തരാവകാശം ഉൾപ്പെടെയുള്ള സമ്പത്തും ആരോഗ്യവും ചെലവഴിച്ചുകൊണ്ട് നിസ്വാർത്ഥ സേവനവും വഴി ഒരു യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിൻ്റെ സാക്ഷ്യം നമുക്കായി നൽകിക്കൊണ്ടാണ് അവൾ സ്വർഗപിതാവിൻ്റെ പക്കലേക്ക് യാത്രയായത്. വിശുദ്ധ കാതറിൻ വംശീയ നീതിയുടെയും മനുഷ്യസ്നേഹികളുടെയും രക്ഷാധികാരിയായി അറിയപ്പെടുന്നു. പ്രഭാഷകൻ 40 അധ്യായം 23-24 വാക്യങ്ങൾ. സുഹൃത്തോ സഹചാരിയോ എപ്പോഴും സ്വാഗതാർഹനാണ്, എന്നാൽ ഭാര്യാഭർത്താക്കന്മാരുടെ സന്ദർശനം അതിനേക്കാൾ ഹൃദ്യമാണ്. സഹോദരരും സഹായകരും വിഷമസന്ധികളിൽ ഉപകരിക്കുന്നു. ദാനധർമ്മം ഇവരെക്കാൾ സുരക്ഷിതമായ അഭയമാണ്. വളരെ നാളുകൾക്ക് ശേഷം സ്വന്തം ഭവനത്തിലേക്കോ ഒരു സുഹൃത്തിൻ്റെ ഭവനത്തിലേക്കോ കടന്നു വരുന്ന ബന്ധുവിനെയോ സുഹൃത്തിനെയോ പോലെ മറ്റുള്ളവർക്ക് സന്തോഷം നൽകുകയും അവരുടെ സന്തോഷത്തിലും ഉയർച്ചയിലും ഭാഗഭാക്കാകുവാൻ തനിക്കുള്ളതിൽ നിന്നും പങ്കുവയ്ക്കുവാനോ മുഴുവനും കൊടുക്കുവാനോ മടിയില്ലാതെ ജീവിതം കൊണ്ടും സമ്പത്ത് കൊണ്ടും കർത്താവിനോടും സഭയോടുമുള്ള ഐക്യത്തിൽ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായി ജീവിച്ചു മരിച്ച വിശുദ്ധ കാതറിൻ ഡ്രക്സലിൻ്റെ മാധ്യസ്ഥം തേടി നമുക്കും പ്രാർത്ഥിക്കാം. നമ്മെ അറിയുന്നവരിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ എൻ്റെ ശുശ്രൂഷയുടെ അതിർത്തികൾ വിസ്തൃതമാക്കണമേ എന്ന് വിശുദ്ധയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം.